ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്, അപ്പന്മാരൊക്കെ ആ മക്കളെ ഓർത്താണെന്ന്. സത്യമാണ്. മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സുവിസാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു, എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്താകുന്ന കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ. കർത്താവ് നിങ്ങളെല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. കർത്താവ് നിന്റെ കൃപയാൽ അങ്ങനെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ദൈവപൈതലെ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കൊണ്ടാവട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ തിരുരത്വത്തെ അഭിഷിക്തയാകട്ടെ. കർത്താവ്, ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ ചേർത്ത് നിർത്തേണ്ടത്, ഏത് മേഖലയാണോ നിന്നെ താങ്ങിയെടുക്കേണ്ടത്, ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവ് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം, ചലനമറ്റ തിരുശരീരം പോലും കുരിശിൽ നിന്നെടുത്ത് താങ്ങിയെടുത്ത് മടികിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ശക്തിപ്പെടുക, നിങ്ങൾ അതിജീവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കുക.